ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് വണ്ടി നമ്മൾ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ക്ലച്ച് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലത്തെ കവറിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓയിൽ ലീക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ലിഫ്റ്റ് ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഈ സ്പോക്കറ്റ് ഓയിൽസിലാണ് ലീക്കായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ലീക്കായിട്ട് താഴേക്കൂടെ ഒഴുകണമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ പശയൊക്കെ ഇട്ട് വെച്ചേക്കണേ. തൽക്കാലം നമുക്ക് അതിൻ്റെ ഓയിൽസിൽ മാറ്റിയതിന് ശേഷം കവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. സാധാരണ സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ ഭാഗത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊന്നും ഓയിൽ ലീക്ക് കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ കാണുന്നത് ഈ സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. മൊത്തം അനാബോണ്ടൊക്കെ വെച്ചിട്ട് പശയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്നാണ് ലീക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിടാം. അതിനുശേഷം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ മാറ്റേണ്ടി അഴിച്ച് കഴിഞ്ഞാൽ മാറ്റി റീസെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ആ ഭാഗം ടച്ച് ചെയ്യണ്ട. കംപ്ലയിൻറ്റ് ഉള്ള ആ ഓയിൽസിൽ മാത്രം നമുക്ക് മാറ്റിയിട്ടാൽ മതി. പ്ലഗ് റബ്ബറും ഈ ഓയിൽസിലൊക്കെ അനാബോണ്ട് വെച്ചിട്ട് ഫുള്ള് ഇതാക്കി വെച്ചേക്കതുണ്ട്. ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ലീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അത് മാറ്റി കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.